ഹലോ ഗെയ്സ്, അങ്ങനെ ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മൾ രാവിലെ എണീറ്റു, നല്ലൊരു ചായയൊക്കെ ഇട്ട് കടുപ്പത്തിലങ്ങ് കുടിച്ചു. പിന്നെ നമ്മുടെ പതിവ് പരിപാടിയായ അരിയൊക്കെ അടുപ്പിലിട്ടു. ഇന്നും മുട്ടക്കറിയാണ് കേട്ടോ, ദോശയും മുട്ടക്കറി. അതിനുവേണ്ടി നമ്മൾ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങിക്കൊണ്ട് നിന്നപ്പോഴാണ് അടുക്കളയുടെ മുൻവശത്തേക്കുന്ന റംബുട്ടാനിൽ ഒരു റംബുട്ടാൻ പഴുത്തിരിക്കുന്നത് ഞാൻ കാണുന്നത്. അതെങ്ങനെ പറിക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ അതിന് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞ് നമ്മുടെ വാമിക്കുട്ട എണീറ്റ് ഒന്ന് നിർബന്ധമായിട്ട് അമ്മയുടെ തോളെ കിടത്തി എന്നെ ഉറക്കിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവളെ ഞാൻ തോളത്തൊക്കെ ഇട്ട് ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മുട്ടക്കറിക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ എടുത്ത് വെച്ചു. ഇതിനകത്താണ് നമ്മൾ ഉള്ളി അരിയുന്നത് കേട്ടോ. ഇത് നമ്മുടെ ചോപ്ര. ഇതിനകത്ത് നമുക്ക് നല്ല കുനുകുനാ ഉള്ളിയൊക്കെ നല്ല വൃത്തിക്ക് അരിഞ്ഞ് കിട്ടും. ഇതിനകത്ത് ബ്ലേഡാണിത്. നമ്മൾ കുറച്ച് കട്ട് ചെയ്തതിനകത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് വലിക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് അരിഞ്ഞ് കിട്ടും. നമ്മുടെ വാമിക്കുട്ടി എന്നെ വിളിച്ചുകൊണ്ട് റൂമിൽ പോയിട്ട് അവൾ എന്തോ ഡാൻസ് കളിക്കും, പാട്ട് പാടും എന്നൊക്കെ പറഞ്ഞിട്ട് പെരിയോനി റുഹ്മാനെയൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം അവളുടെ സന്തോഷമില്ലെന്ന് വിചാരിച്ച് അവളുടെ ഡാൻസും പാട്ടുമൊക്കെ കുറച്ച് നേരം കേട്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് അടുക്കളയിൽ ജോലിയൊന്നും ആയില്ലല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ നേരെ ചെന്നു, ദോശയൊക്കെ ചുട്ടു, തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുട്ടക്കറിക്ക് വേണ്ട എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കി നമ്മളതിനകത്തേക്ക് കടുവൊക്കെ ഇട്ടു. ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ വാമിക്കുട്ടിട്ട് ഡാൻസിൻ്റെ യൂണിഫോമായിട്ട് വന്നു. അങ്ങനെ പോയിട്ട് വന്നപ്പോഴേക്കും കടു ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിനകത്തേക്ക് മസാലപ്പൊടിയൊക്കെ ഇട്ടു, കടുകൊക്കെ വറുത്തു, മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് നല്ലൊരു മുട്ടക്കറി അങ്ങ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനകത്ത് വേണ്ട വിഭവങ്ങളൊക്കെ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതെല്ലാം മിക്സ് ചെയ്തിട്ട് ലേശം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ തിളച്ച് വന്നതിനകത്തിട്ട് മുട്ടയൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. നമ്മുടെ മുട്ടയൊക്കെ റെഡിയായി. പിന്നെ നമ്മുടെ വാമിക്കുട്ടനെ ഡാൻസ് സ്കൂളിന് കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കി സുന്ദരി കുട്ടപ്പിയൊക്കെ ആക്കാൻ വേണ്ടി പോവുകയാണ്. അവൾ ബാഗ് കണ്ടു, ബാഗ് എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബാഗാന്നും പറഞ്ഞു. പിന്നെ അവളെ ഒരുക്കി നല്ല സുന്ദരി കുട്ടപ്പിയൊക്കെ നമ്മൾ ഡാൻസ് സ്കൂളിലെത്തി. ഇതാണ് നമ്മുടെ ഡാൻസ് സ്കൂൾ വാമിക്കുട്ടിയുടെ. ഇതെൻ്റെ സ്കൂളാണ് കേട്ടോ, ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ APMHS സിരുമനങ്ങാട്. ഒരുപാട് ഓർമ്മകളും വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ തന്നെ എൻ്റെ വിദ്യാലയമാണ് ഇത്. ഇതിലേക്കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ നമ്മുടെ ലൈബ്രറിയിലാണ് വാമിക്കുട്ടി ഡാൻസ് പഠിക്കുന്നത്. നമ്മുടെ സ്കൂളാണിത്. നമ്മുടെ പ്ലസ് ടുവിൻ്റെ കെട്ടിടമാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ നേരെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പം എൻ്റെ ആങ്ങളെ വന്ന വൈദിക്കിനെ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ ചെന്നപ്പം ചിറ്റപ്പൻ്റെ മോനെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവനെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് അവൻ ഒളിച്ച് നിൽക്കുകയാണ്, കാണത്തില്ലെന്നും പറഞ്ഞു. പിന്നെ വീട്ടിൽ ചെന്നാൽ പിന്നെ വിശപ്പാണല്ലോ മുഖ്യം. ചപ്പാത്തിയും മീൻകറിയൊക്കെ കൂട്ടി കഴിച്ചു. വൈദിക്കിനെ ഇച്ചിരി നേരം തൊട്ടിയിലൊക്കെ ഇട്ടൊന്ന് ഉറക്കി. അവനിഷ്ടം ഈ തൊട്ടിയിൽ കിടക്കാനാണ്. ഒന്നാകുമ്പോൾ അവന് നല്ല സേഫായിട്ട് ഒതുങ്ങി കിടക്കാൻ പറ്റും. അങ്ങനെ അവനെ തൊട്ടിയിലൊക്കെ ഇട്ട് ആട്ടി ഉറക്കി. പിന്നെ നമ്മുടെ വിശപ്പാണല്ലോ നമ്മുടെ മുഖ്യം. ഉച്ചയായപ്പം വീണ്ടും ചോറും ചക്കയും മാങ്ങാച്ചാറും നല്ല പുളിയും മുളകും വെച്ച ചാളക്കറിയൊക്കെ കൂട്ടി. അങ്ങനെ അത് നല്ലൊരു പിടിയങ്ങ് പിടിച്ചു. പിന്നെ കുറച്ച് നേരം നമ്മുടെ വൈദിക്ക് മോനെയൊക്കെ കളിപ്പിച്ചു. ജനലിൽ തൂങ്ങിക്കിടക്കാണ് അവൻ്റെ ഇപ്പോഴത്തെ മുഖ്യ പരിപാടി. അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൈ നോക്കി നിന്നു. അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ച് നമ്മൾ വേറെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ വാമിക്കുട്ടി കാറിലിരുന്ന് പാട്ടിട്ടപ്പോൾ ഡാൻസ് കളിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമ്മൂമ്മയ്ക്ക് അവളെ ഒന്ന് കാണണമെന്നും പറഞ്ഞിട്ട് നമ്മൾ അമ്മൂമ്മ എടുത്ത് വണ്ടി നിർത്തി. അമ്മൂമ്മ വന്നവളെ കണ്ടു, കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെ. അങ്ങനെ അമ്മൂമ്മയ്ക്ക് കണ്ണോപ്പറേഷനൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് കണ്ണിൽ ഗ്ലാസ്സൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ വൈദിക്കിനെ എടുത്ത് കുറച്ച് നേരം കളിപ്പിച്ച് വീണ്ടും നമ്മൾ വീട്ടിലേക്ക് ചെന്നു. നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ വാമിക്കുട്ടനും വൈദിക്കുട്ടനും കൂടെ ഐഡിയാസ് സിംഗർ പരിപാടി കാണാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവർ അത് കണ്ടുകൊണ്ടിരിക്കുക, പാട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വാമി അതിനെല്ലാം വിപരീതമൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. വൈദിക്കുന്നത് നോക്കിയേ അതിനകത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പാട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനിങ്ങനെ TV ഒക്കെ കാണുന്നത്, കളറുകൾ, അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത്. അങ്ങനെ അവൻ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ നമുക്ക് രാത്രി വല്ലതും കഴിക്കണ്ടേ. അങ്ങനെ ഞാൻ വേഗം അടുക്കളയിലേക്ക് വിട്ടു. അപ്പോൾ രാത്രി നമുക്ക് ചപ്പാത്തിയും ചൂരക്കറിയാണ്. അത് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബൈ.